ഹലോ, അസ്സലാമു അലൈക്കും. മോളൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ ഇപ്പം എത്ര മണിയായി? ഒരു 6 മണിയാവാനായിട്ടാണ്. ആണ് പുറത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. 6 മണിയായില്ല, 6 മണി ആവാൻ നിൽക്കണം. അപ്പം ഞങ്ങളൊരു സ്ഥലം വരെ പോകാൻ നിൽക്കുക, കണ്ണൂർ വരെ പോകാൻ നിൽക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരുക്കത്തിലാണ്. അതിൻ്റെ കുഞ്ഞു ബ്ലോഗാണ്. ആശി നോക്കാം. അതിന് 6 മണിയല്ലേ? ആ ആയിക്കോട്ടെ, എന്നാൽ ശരി. എങ്ങനെയാണ് അറിയില്ല, ഓൻ വന്നിട്ടാണ്. അങ്ങനെ തന്നെ ആവും. ഓൻ ഇന്നലെ രാത്രിയാണ് വന്നിക്കണ് കാരണം. ആ ചെരുപ്പ് മറ്റേ ചെരുപ്പിൻ്റെ ഏതായാലും മതി. 6 മണി അടിച്ച്. കുഞ്ഞാപ്പൂനെ വിളിച്ചു നോക്ക്. കഴിഞ്ഞാ അപ്പം പോവാൻ വണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാണ്. പള്ളിയിൽ നിന്ന് 6 മണി അടിക്കണം. അല്ല, എന്താണ് മണി അടിക്കും? 6 മണിക്കല്ല മണി അടിക്കില്ല. ആ ഞങ്ങളെ വണ്ടി വരുന്നുണ്ട് കേട്ടോ. പോകാനുള്ള ലൈറ്റ് കൊണ്ടൊന്നും കാണുന്നില്ല. പോക്കറ്റ് നിർത്തല്ലേ ഇപ്പൊ കാര്യമാണ് കേട്ടാ. ഇപ്പൊ വണ്ടി കാര്യമാണ്. നമ്മളെ വീട്ടിൽ പോയിട്ട് പിന്നെ ഗ്യാസിന്റെ കുപ്പി തലക്കാൻ മറ്റേത് കളം കാലിയായിരുന്നു. ഏകദേശം അതെ മോനെ പെരട്ടിക്ക് ഇതാണ് പ്രശ്നം. അതങ്ങനെ വട്ടം തെറ്റി ഒക്കെ ഉണ്ട് ഇതിൽ കേട്ടാ. ബാക്കിലാകെ പ്രശ്നമാണ്. അവിടെ ബാക്കിൽ കുണ്ടാണ്. കട അടഞ്ഞെടുക്കുക കേട്ടോ. നല്ല നേരം വെളുത്ത് ഒരു 6-7 മണി ആ ഒരു ടൈമാണ്. ചില കടകളൊക്കെ തുറന്നിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഫാമിലിയിലത്തെ എല്ലാവരും കൂടാണ് പോണത്. അപ്പം പിന്നെ കാഴ്ചകളൊന്നുമില്ല കേട്ടോ. കാരണം കോഴിക്കോട്, കണ്ണൂർ നമ്മൾ 2 സൈഡിൽ സാധാ കാഴ്ചകൾ തന്നെ ഉള്ളൂ. നമ്മൾ ഊട്ടി, വയനാടൊന്നും പോകണമായിട്ട് കാഴ്ചകളൊന്നും കാണാനുണ്ടാവില്ല യാത്രയിൽ. അതുകൊണ്ട് കുറച്ചൊക്കെ വീഡിയോ എടുത്തിട്ട് പിന്നെ നമ്മൾ നിർത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഒരു 20 എത്ര ആൾക്കാരുണ്ട്, പിള്ളേരടക്കം. അപ്പോൾ ഞാനൊക്കെ ഭയങ്കര ഉറക്കല്ലേ വീഡിയോയിൽ ഇപ്പോഴാണ് കാണുന്നത്. അപ്പം നമ്മൾ നാസ്ത നമുക്ക് ഒരു കുടുംബ വീട്ടിൽ നിന്ന് കേട്ടോ. അത് നമ്മൾ തലശ്ശേരി ആ ഒരു ഭാഗത്തു നിന്ന്, ആ പേര് എനിക്ക് വലിയ ഐഡിയ, അവിടെ നിന്നാണ്. അത് കഴിച്ചിട്ട് പിന്നെ നമ്മൾ കണ്ണൂർക്ക് പോയിട്ട്, കണ്ണൂരിലാണ് മൂത്തപ്പൻ്റെ വീട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ സൗണ്ട് കൊടുക്കാൻ പോവില്ല. പിന്നെ അവിടെയൊക്കെ ഒറിജിനൽ സൗണ്ട് ഉണ്ട്, അതുകൊണ്ട് അവിടെ സൗണ്ട് കൊടുക്കണില്ല. പിന്നെ നമ്മൾ ഈ പോകുന്നൊക്കെ ഇങ്ങനെ വെറുതെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രം.
സൈമാനുണ്ട്. പിന്നെതാ എല്ലാരും കൂടെ ഞങ്ങളേ എത്തിയിട്ടുണ്ട് കേട്ടാ. ആശുമാൻ അങ്ങോട്ട് വാ, അങ്ങോട്ട് വാ. സാധനം എടുക്ക്, സാധനം എടുക്ക്. കോഫി കളിച്ചാൽ കുടിക്കാൻ നിർത്തി. വരും സപ്ലയർ ഇവിടെ ഇരുന്നോളൂ എല്ലാവരും. ചായൻ്റെ വെള്ളം കുടിച്ചിട്ട് പോവാം. സമാവർ സമാവർ സമാവറാണ്. ചായ കുടിക്കാനുള്ള തിരക്കണം എല്ലാവരും. ഇവിടെ ഇരുന്നോളിയുടെ ഇറങ്ങൂടി. ആദ്യമായിട്ടാ ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടിയാ. നമ്മൾ അങ്ങനെ ഒന്നിച്ച് എട്ട് തെറിച്ചിട്ടേ പോവുള്ളൂ. നമ്മളെ കപ്പിത്താണ്. ചാടിക്കണ തിരക്കാണ്. അളിയാ അളിയാ ചായയൊക്കെ കുടിച്ചു. ഞങ്ങൾ കയറിയിട്ടുണ്ട്. നമ്മളിപ്പം അങ്ങനെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കണം, തലശ്ശേരിക്ക്. നമ്മളെ രാവിലത്തെ നാസ്ത അവിടെയാണ്. അപ്പം അങ്ങനെ കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പോലെയാണ്. കടലുണ്ടിയാണോ എന്നറിയില്ല, എനിക്ക് വലിയ രായം തോന്നുന്നു, കണ്ടിട്ട് അറിയില്ല. ഇനി അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. നമ്മൾ കോഴിക്കോട്ടേക്ക് അധികം ട്രെയിനിനാണ് വരല്. കണ്ണൂർക്കും ട്രെയിനിന് തന്നെ വരല്. ആദ്യമായിട്ടാണ് വണ്ടി വിളിച്ച് പോണത്. നമ്മൾ ട്രെയിനിന് പോവും, ട്രെയിനിന് വരല്ല. അതാണ് നമ്മൾ യാത്രാ സൂപ്പർ. കണ്ണൂരത്തെ പരിപാടിക്കൊക്കെ നമ്മൾ ട്രെയിനിനാണ് പോക്ക്. അപ്പോൾ കുട്ടികളൊക്കെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പാട്ട് കോപ്പിറൈറ്റ് അല്ലേ. അവിടെ വീട്ടിലെത്തിയിട്ടാണ്. ആയി തീരുമാനിക്ക. എന്റെ മുത്തവന്റെ
ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. നെയ്പത്തിരിയോ കൈപ്പത്തിരി, നൂൽപുട്ട്, നമ്മളിവിടെ നൂൽപുട്ട്, പൊറാട്ട, പിന്നെ പുട്ട്, അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ടായിരുന്നു. പിന്നെ കറി, ചിക്കൻ കറി, പിന്നെ പച്ചക്കറി കുറുമ, ചെമ്മീൻ കറി, പിന്നെ ഫിഷ് മോളി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവരൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കുന്ന ആൾക്കാരിൽ, കണ്ണൂർക്കാർ, തലശ്ശേരിക്കാർ, കോഴിക്കോടുകാരൊക്കെ. അപ്പോൾ ഇതാണ് ഞങ്ങൾ കയറിയ വീട്. വീടിൻ്റെ ഫുൾ വ്യൂ ആണ് കേട്ടത്. അവിടെ കുട്ടികളൊക്കെ കളിക്കുകയാണ് മുറ്റത്ത്. അപ്പം നമ്മളെല്ലാവരും കൂടി നിന്ന് സംസാരിക്കുകയാണ്. ഞാൻ എല്ലാവരും കൂടി ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഫാമിലിയൊക്കെ എല്ലാവരും വരാം. നിങ്ങൾ വിളിക്കുവാനോ? വിളിക്ക്. ഇങ്ങോട്ട് നോക്കിയാളെ വീഡിയോക്ക്. ആ കരയണൊക്കെ ഉണ്ടാവും ഇവിടെ. കുറുമ്പ സുബൈറിന് സിയാബോ ഉമ്മാനെയൊക്കെ വേഗം മനസ്സിലായില്ല. സിയാബാക്കാനി സുബൈറിന് ഉമ്മാനി. അല്ല അങ്ങനെ ചാരിയൊക്കെ ഇട്ടണം. ഇത് കണ്ണൂരത്തെ ഒരു അറയാണ് കേട്ടോ. ഒരു അറേൻ്റെ വീഡിയോ എടുത്താണ് കേട്ടോ. പിന്നെ എന്താ പറയുക, അവിടെ അങ്ങനെ അറയാണല്ലോ ഉണ്ടാവുക. നമ്മളവിടെ ഉണ്ടാവില്ല. കണ്ണൂരുള്ളവർക്കൊക്കെ അറിയാമല്ലോ. അവിടെ കല്യാണം കഴിഞ്ഞാൽ പെണ്ണിൻ്റെ വീട്ടിൽ അറ, അവിടെ എല്ലാത്തിനും താമസിക്കൽ, ഹസ്ബൻഡും വൈഫും. അപ്പോൾ ഒരു നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അറ. അങ്ങനെ ഒരുപാട് അറകളുണ്ടാവും. അപ്പം നമ്മളിത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്താൽ നമുക്കൊരു അത്ഭുതമല്ലേ. അപ്പോൾ ഇവിടെ ബാത്റൂം ഉണ്ട്. അറിയുന്നില്ല, ഞാൻ നോക്കുകയാണ് ഇവിടെ ബാത്റൂം എന്ന്. നല്ല ഭംഗിയുണ്ട് കാണാൻ, അടിപൊളിയാണ്. നമ്മൾ വീഡിയോയിൽ കാണുന്നതിനും ഭംഗിയുണ്ട്. നല്ല സെറ്റാക്കിയിരിക്കുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ജസ്റ്റ് വീഡിയോയിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഫുഡ് കാണിക്കാം. ഇതാട്ടോ ഫുഡ്. മക്രോണി, പിന്നെ അൽസ. ഇത് ചോദിച്ചതാട്ടോ. അത് നമുക്കറിയില്ല, ഐഡിയ ഇല്ല. ആദ്യം ഇതാണ് കൊണ്ടുവന്ന് വെച്ചാൽ. പിന്നെ ബീഫ് ബിരിയാണി, ചിക്കൻ പൊരിച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ട് കഴിക്കാം കേട്ടോ. അൽസ ഇതെന്തായാലും ഫുഡ് എന്തോ ഒരു പേര് പറഞ്ഞു വീഡിയോയുടെ ഫസ്റ്റ് ഉണ്ട്. ഇതെന്താ ഇവിടെ വെച്ചോ? വാശി വെച്ചു. നിന്ന് പോയെന്നാ നെയ്പോടാ. ഞാനില്ല. അതേപോലെ പറഞ്ഞു ഞങ്ങള് തത്തമ്മ പൂച്ച എന്ന് പറഞ്ഞപ്പോ ആ തത്തയ്യ
ഇതാണ് അവരെ വീട് കേട്ടോ മുത്താമാൻ്റെ. പിന്നെ അവിടുന്ന് ചോറൊക്കെ തിന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഇരുന്നിട്ട് പോന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇറങ്ങിയത് കോഴിക്കോട് ബീച്ചിൽ കുറച്ച് നേരം ഇറങ്ങി. ഭയങ്കര തിരക്കായിരുന്നു. അവിടെ എത്തിയപ്പോൾ അസ്തമയൊക്കെ കഴിഞ്ഞിരുന്നു. 7 മണിയായിരുന്നു. എന്നാലും ജസ്റ്റ് ഇറങ്ങി ഒന്ന് കണ്ടു പോന്നു. പുസ്തകം കാണാൻ പറ്റിയില്ലേ? ബീച്ച് ഭയങ്കര അധികം ഓക്കെ നോക്കടി. പക്ഷെ അങ്ങോട്ട് പോകരുതിട്ടാ. ചെല്ലടാ പിന്നെ കിട്ടില്ല. ഇന്ന് പോർന്ന് ഞങ്ങൾ നേരെ തിരിച്ചിട്ട് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോസൊന്നും അധികം കുറേ വീഡിയോസൊന്നും എടുത്തില്ല. ചില വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം പിന്നെ അതിങ്ങനെ വീഡിയോ ആയിട്ട് നമ്മളതിൻ്റെ വേറെ ടൈമൊന്നും നടക്കില്ല. ബീച്ചിൽ നിന്ന് നമ്മൾ പോരാൻ കുറേ പാടിട്ട് ഭയങ്കര ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോകണേ. നമ്മൾ വലിയ വണ്ടിയും അല്ലേ, ചെറിയ കാറും ബൈക്കൊക്കെ പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ഇന്നാണ് വാർത്ത കണ്ടത് 5 ആൾ തിക്കോടിയിൽ വെള്ളത്തിൽ പോയി മരിച്ചു എന്നുള്ളത്. കോഴിക്കോട് തിക്കോടി. ഇനിയിപ്പോൾ അതിൻ്റെ തിരക്കായിരുന്നോ എന്തോ, നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു അവിടെ, എന്തോ പരിപാടി. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.